ദൈവദാസന്മാർ ദൈവജനമേവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിലുള്ള സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. I greet all of you in the name of the Lord who is present here for this session of the fasting prayer. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി നമുക്കെല്ലാം സുപരിചിതമായ ഒരു വാക്യം വായിക്കാം. Let's all turn our attention to a familiar portion that we all know. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. James chapter 4 verse 4. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 4. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് മലയാളത്തിൽ: വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. Amen. Oh, you adulterous people, don't you know that friendship with the world means enmity against God? Therefore, anyone who chooses to be a friend of the world becomes an enemy of God. യേശുക്രിസ്തുവിന്റെ അർദ്ധ സഹോദരനും 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ലീഡറുമായിരുന്ന യാക്കോബ് അപ്പോസ്തലൻ അഡ്രസ് ചെയ്യുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. James, being the brother of Jesus and one of the major apostles of the first century, he's addressing a very serious issue here in the letter in chapter 4. നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ഒരു പേഗൻ കമ്മ്യൂണിറ്റിയെ അല്ല താൻ ഈ വിഷയം അഡ്രസ് ചെയ്യുന്നത്. He's not addressing this to a pagan community or an atheist group of people. പ്രത്യുത ദൈവസഭയോട് തന്നെയാണ് താൻ ഇത് സംസാരിക്കുന്നത്. He's talking to the very body of Christ, the church. എങ്ങനെ മനസ്സിലാക്കാം? How can we understand this? താഴോട്ട് വായിച്ചു വരുമ്പോൾ 11-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഡിയർ ബ്രദറൻ, സഹോദരന്മാരെ. In the following verses in verse 11 we see brothers and sisters, dear brethren. ആ അധ്യായം മുഴുവൻ പരിശോധിക്കുമ്പോഴെല്ലാം സഹോദരന്മാരെ സഹോദരന്മാരെ എന്ന് തന്നെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. In the following verses in the entire chapter we understand that he's addressing to the brethren there. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ 1-ാം വാക്യം തന്നെ വായിച്ചു. അത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്ക് എഴുതുന്ന ലേഖനമാണ്. Amen. It is very clearly written in chapter 1 verse 1 that it is addressed to the 12 tribes that are scattered among the nations. ദൈവസഭയിൽ കടന്നു വരുമ്പോൾ തന്നെ ലോകവുമായി ഫ്ലോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സല്ലപിക്കുന്ന ഒരു കൂട്ടരെയാണ് ഇതിനകത്ത് അഡ്രസ് ചെയ്തിരിക്കുന്നത്. James is addressing a set of people who are verily going to church but still hanging around, lingering around or flirting still in the ways of the world. ദൈവസഭയിൽ കടന്നു വരുന്നുണ്ട്, പക്ഷേ ദൈവസഭയിൽ കടന്നു വരാത്ത അല്ലെങ്കിൽ അതിനപ്പുറത്ത് അല്ലെങ്കിൽ ദൈവസഭയിൽ കടന്നു വരാത്ത നിമിഷങ്ങളിലെല്ലാം അവർ ലോകവുമായി സല്ലപിക്കുക. They are verily present in the church but at times they are not in church. They are very involved in the ways of the world. ആ വിഷയത്തെ ഈ ലേഖനകർത്താവ് അല്ലെങ്കിൽ യാക്കോബ് അഡ്രസ് ചെയ്യുന്നത് ഒരു ലൈറ്റായിട്ടല്ല അഡ്രസ് ചെയ്തിരിക്കുന്നത്. Amen. The writer is addressing it as a very serious matter and not in a light sense. ലോകസ്നേഹം നിങ്ങളുടെ സാക്ഷ്യമില്ലാതാക്കുമെന്നല്ല പറഞ്ഞത്. He is not just saying that the love for the world will remove your testimony. ലോകസ്നേഹം നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കുറയ്ക്കുമെന്നല്ല പറഞ്ഞത്. He is not saying that being the friend of the world will reduce the elements of your blessing. ലോകസ്നേഹം നിങ്ങളെ ദൈവവുമായിട്ടുള്ള ശത്രുത്വത്തിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. He is very clearly mentioning that friendship with the world will make you an enemy of God. ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. I believe you understand the intensity of the seriousness of this matter. ദൈവം നമുക്ക് ശത്രുവായി തീർന്നാൽ പിന്നെ ആര് മിത്രമായിട്ടുണ്ടെങ്കിലും ഒരു കാര്യമില്ല. Amen. If God becomes your enemy, there is no point whoever you have as friends in the world. എന്നാൽ ലോകം മുഴുവൻ നിനക്ക് ശത്രുവായിരുന്നു, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലമാകാൻ ആർക്കും കഴിയത്തില്ല. Amen. But even if the entire world is against you, but if the hand of the Lord is in favor of you, you don't have to worry about anything. ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെയും ഡിസിഷൻ ആണ് ദൈവത്തിന്റെ ശത്രുവാകണോ ദൈവത്തിന്റെ മിത്രമാകണോ എന്നുള്ളത്. It is completely up to our decisions to be known as the enemy of God or as friends of God. ഇനി നോക്കി ഒരു കട്ടിയുള്ള ഒരു ഭാഷ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. He is using a very intense language. ആ ലോകസ്നേഹം അല്ലെങ്കിൽ ലോകസ്നേഹത്തിൽ നടക്കുന്നവരെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ലേഖനകർത്താവ് വിളിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. There is a word with which he addresses those people. വ്യഭിചാരിണികളായുള്ളവരെ. He is calling or addressing them as adulterous people. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? Why are you called as adulterous people? നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് പോകണം. If you want to understand the complete context, you must understand the Old Testament. പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ ദൈവവും ഈ സഭ അല്ലെങ്കിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ ഒരു മാരേജ് കവനന്റുമായിട്ടാണ് ബന്ധപ്പെടുത്തി പഠിക്കുന്നത്. In the Old Testament, the prophets depict the relationship with his people and his God in connection to a marriage relationship. പ്രത്യേകിച്ച് ഹോശേയ പ്രവചനവും യെഹെസ്കേൽ പ്രവചനവും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതൊരു ഉടമ്പടിയായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. From the book of Hosea, from the book of Ezekiel, we understand that it is a covenant of marriage. അപ്പോൾ ഇസ്രായേൽ ജനം എപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് അകന്ന് വിഗ്രഹങ്ങളുമായിട്ട് അല്ലെങ്കിൽ ലോകവുമായിട്ട് ഇഴചേർന്നിട്ടുണ്ട് അവിടെയെല്ലാം അവരെ വ്യഭിചാരികളായിട്ടാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. Whenever the Israelites went away and got into idol worshippers, they were always addressed as adulterous people. അങ്ങനെയെങ്കിൽ ദൈവസഭയും ക്രിസ്തുവുമായിട്ട് ഒരു ഉടമ്പടി നടന്നിട്ടുണ്ട്.
that means there has been a covenant relationship that the church and his people and God has got into. ആ ഉടമ്പടിയിൽ നിന്ന് നമ്മൾ മാറുമ്പോഴും നമ്മളെ വിളിക്കുന്നത് ഇതേ പദമാണ്. Amen. From that covenant, when we drift away, the Lord calls us or addresses us the same word. ഇനി ഇതേ അധ്യായം പഠിക്കുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ലോകസ്നേഹം എന്തൊക്കെയായിരുന്നെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. In those verses, we understand what are their love or what were their attraction factors in those verses. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർ എല്ലാം സ്വാർത്ഥമതികളായിരുന്നു. The biggest thing was they were all selfish, or they were about self-love. സ്വന്തം കാര്യം മാത്രം നടക്കണം, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കണം, സ്വന്തം സുഖഭോഗങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നടക്കണമെന്നുള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. They were all people with selfish mindset. They only wanted to satisfy their fleshly desires for themselves. അങ്ങനെ ചിന്തയുള്ളവർക്ക് പിന്നെ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വില കൊടുക്കാൻ കഴിയത്തില്ല. Amen. For such people, they cannot give priority or importance to the value or the word of God. അപ്പം ഈ ഒരു കൂട്ടരെയാണ്, ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ആ ഭാഗത്ത് പോകുന്നില്ല, ഈ ഒരു കൂട്ടരെയാണ്, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളും ശണ്ടയും കലഹവും ആ ഇരുമനസ്സുള്ള ആളുകളെയാണ് ഇവിടെ ഈ യാക്കോബ് അപ്പോസ്തലൻ അഡ്രസ് ചെയ്യുന്നത്. Amen. James is addressing to people who are double-minded, who are selfish, and to their self-thinking people. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് കയറി വരാം. Now let's come to our topic for tonight. ഇരുമനസ്സുള്ള ഒരു കൂട്ടരെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. We see people who are double-minded. എന്താ ഇരുമനസ്സ്? What do you mean by double mind? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതും വേണം ഇതും വേണം. Amen. Just in plain words, you want that and this. ഇല്ലെങ്കിൽ ഒരു ഉപമ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വള്ളത്തെ കാലു വെക്കുന്നവരാ. Or if you want to say, if for an example, you have two legs on two different boats that are going to two different directions. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ചർച്ചും വേണം ക്ലബും വേണം. Amen. In our language, if we say, we also want to hold on to clubs and also want to come to church. എന്നാൽ അപ്പോസ്തലൻ പറഞ്ഞു ഇത് രണ്ടും കൂടെ ചേർന്ന് പോകത്തില്ല. And Apostle James is clearly saying that this will not go together. ഒന്നുകിൽ നീ ദൈവത്തിനുള്ളവനാകണം, You either belong to God, അല്ലെങ്കിൽ നീ ലോകത്തിനുള്ളവനാകണം. or you belong to the world. സ്തോത്രം. Amen. ഇത് നോക്കിയേ, ഈ അന്തരീക്ഷം പോരുത് കേട്ടോ. സ്തോത്രം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? Why is the Lord calling us? കർത്താവിന് വേണ്ടിയാ വിളിച്ചിരിക്കുന്നത്. The Lord has called us for നമ്മളെ നിർമ്മല കന്യകയായി ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്തിരിക്കുകയാണ്? മണവാട്ടിയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. Amen. We are called into a covenantal relationship as brides set apart and sanctified for the Lord. എനിക്ക് തോന്നുന്നു റിബേക്ക വന്നില്ലെന്ന് തോന്നുന്നു. Rebecca is not here. വിവാഹ നിശ്ചയം ചെയ്ത ഒരു വ്യക്തിയുടെ താല്പര്യവും ആഗ്രഹം മുഴുവൻ ആരോടായിരിക്കും? Amen. What will be the desire of a person who has been engaged into a marriage? ആരോടാണോ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ആ വ്യക്തിയോടായിരിക്കും. That person who she or he is engaged with, that person will be looking forward to that person. അതിനിടയ്ക്ക് വരുന്ന ഒന്നും അവർക്ക് വിഷയമല്ല. Anything else that comes in between, it doesn't matter for them. എന്നാൽ ഇതിനിടയ്ക്ക് വേറൊരാൾ കയറി കഴിഞ്ഞാൽ പ്രശ്നമാവും. Amen. If somebody else tries to intervene in between, it'll become a big problem as well. ഇതുപോലെ തന്നെയാണ് ദൈവസഭയും ക്രിസ്തുവുമായിട്ടൊരു ഉടമ്പടി നടന്നിട്ടുണ്ട്. Amen. Similarly, there has been a covenantal relationship that's established between his people and God. ആ ഉടമ്പടിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും. And we are a part of that very covenant. അതിനിടയ്ക്ക് വേറൊരാളും കയറരുത്. If there shouldn't be anything or anybody in between that. അതിനിടയ്ക്ക് വേറെ ഒന്നും കയറരുത്. Nothing else should come in between that. ഏകാഗ്രതയെ തെറ്റിച്ച് കളയുന്ന ഒന്നിനും വശംവദപ്പെടുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. Amen. Do not surrender anything that would drift your focus. സ്തോത്രം. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര പേര് വിശ്വസിക്കുന്ന കർത്താവ് വരുമെന്ന്? Amen. Let me ask you one question before going forward. How many of you believe that the Lord will come back soon? ഞാൻ പറഞ്ഞതൊന്നും അറിയത്തില്ല. കേരളത്തിലെ പ്രബലമായ ഒരു സഭയിൽ ഞാൻ ഈ നാട്ടിൽ പോയപ്പോൾ പോയി. I don't know if I shared this with you, but I went to a very well-known church in Kerala when I went to India. ഒരു ഈവന്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫാമിലി എല്ലാം ഉണ്ട്. After an event, we are standing there. I have my family with me. ഒരു അച്ചായൻ ഞങ്ങളോട് ചോദിച്ചു, ഇനി എന്നാ നിങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് വരുന്നേ? A brother was asking me, when will you come? All of us come get back together. എന്നിട്ട് അദ്ദേഹം തന്നെ ചോദിച്ചു, എന്റെ മൂത്ത മോളെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു, മോടെ കല്യാണത്തിനാണോ നിങ്ങൾ ഇനി ഒന്നിച്ച് കൂടുന്നതെന്ന് He ചോദിച്ചു. pointed his fingers at my eldest daughter and asked me, is it for her wedding that you all will come together again? അപ്പൊ ഞാൻ മറുപടി പറഞ്ഞു, അതിനു മുമ്പ് കർത്താവ് വരുമെന്ന്. And then I told him in a response that Jesus will come back soon before that. All of a sudden ആ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി പറയാ, അതൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. The very response that he is immediately saying is, it's just for the namesake. We are all saying that. അവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട്, അമ്മച്ചി എന്നെ നോക്കുന്നുണ്ട്, ഞാൻ അമ്മച്ചിയെ നോക്കുന്നുണ്ട്. There was an old grandmother there. She's
literally looking at my eyes and then I'm looking at hers. എന്നാൽ ഞായറാഴ്ച അച്ഛൻ വന്ന് 100 അടിക്കുകയും ചെയ്യും. But Sunday morning he'll come and he'll worship very strong. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, സ്തോത്രം, ആഴമായ ആ ഒരു ബോധ്യമില്ലെങ്കിൽ ബാക്കിയെല്ലാം വെയിനാണ്. Amen. If you do not have this very understanding or believe that Jesus is coming back soon, whatever else we do is in vain. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. There is something that I believe. എന്റെ തലമുറയിൽ യേശു വരും. In my generation, the Lord will come back. Amen. അവൻ ഏറ്റവും അടുത്ത നിമിഷം കർത്താവ് വരും. Very soon, in the very next minute, the Jesus may come. അതിനുള്ള സകല സാഹചര്യങ്ങൾ ഒരുങ്ങി And കഴിഞ്ഞിരിക്കുക. all of the things and circumstances happening around just calls out that. പക്ഷെ ഒരു ചോദ്യം, ഞാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? One question is, are we ready? ഇനി അത് സംഭവിച്ചില്ലെങ്കിൽ ഏത് നിമിഷം എന്റെ മരണം സംഭവിക്കും. Amen. And if the coming of Jesus tarries, any moment we may leave from this earth. ഇന്ന് രാത്രി ഞാൻ തിരിച്ചു വീട്ടിൽ ചെല്ലുമെന്ന് എനിക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. I have no guarantee that I'll get back home alive. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. There is no guarantee to that fact. പക്ഷെ ഒരു കാര്യം ഉറപ്പുവരുത്തണം, ഇന്ന് എന്റെ ജീവൻ ഇവിടുന്ന് എടുക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ ഞാൻ പറന്നു പോകുമെന്നുള്ളത്. But today, make sure that if the trumpet blows tonight, or if I lose my earthly life tonight, we will reach the eternity. അപ്പൊ നമ്മളെ വിളിച്ചത് കർത്താവിനോടൊപ്പം പോകാനാ. Amen. That means we are called to go with the Lord. കർത്താവിനോടൊപ്പം വാഴാനാണ്. We are called to reign with Him. ഈ ലോകത്തിലെ ജീവിതം നൈമിഷികമാണ്. Amen. The times here, the life here is temporary. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു മനുഷ്യന്റെ ആയുഷ്കാലം 70 ഏറെയാൽ 80 ആണ്. The word of God reminds us a lifespan of an ordinary person is either 70 or maximum 80. ഇപ്പൊ അതൊക്കെ ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And that time span is been coming down. സ്തോത്രം. അപ്പൊ എത്ര ആയുസായിരുന്നാലും Whatever your lifespan is, ആ ആയുസ് നശ്വരമാണ്. that is very momentary. പക്ഷെ അനശ്വരമായതൊന്നുണ്ട്, But there is something eternal. അത് നിത്യതയാണ്. That is the eternity. അവിടെ പാർക്കണോന്നുള്ളത് തീരുമാനിക്കുന്ന ഇവിടെയാണ്. Amen. We decide ourselves if we need to get to that place. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളതിന്റെ പുറകെ ഓടിപ്പോയാൽ നമ്മുടെ നിത്യമായ അനുഭവങ്ങൾ നഷ്ടമായി പോകും. Amen. We will lose that eternal experience back in heaven if we are chasing after things one after the other on this earth. അപ്പൊ നമ്മുടെ ലക്ഷ്യം നിത്യതയിൽ പോകുക എന്നുള്ളതാണ്. Our target and our destiny and our destination is to reach the heavens. അതിനെ തടസ്സപ്പെടുത്തുന്ന സകലത്തെ നമ്മൾ വിട്ടൊഴിയണം. To be in eternity, we must leave whatever it takes to leave and let go of those things. നമ്മെ നിത്യതയിൽ നിന്ന് അകറ്റിക്കളയുന്ന സകലത്തെ കണ്ടുണർന്ന് അതിൽ നിന്ന് മാറിപ്പോകാൻ നമ്മൾ ശ്രമിക്കണം. We must always try and persevere about things to keep away things that may hinder our eternal life. നോക്കിയേ, ഇവിടെ നമ്മൾ ലോകസ്നേഹം എന്ന വിഷയത്തെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Here we are talking and learning about the love of the world. ഇവിടെ സഭയോടുള്ള ബന്ധത്തിൽ അതൂത് പറയുന്നത്. Love for the world in relations to church. സഭയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ തന്നെ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ദൂതോടെ നമ്മൾ പഠിക്കണം. When we also learn about it in relation to the church as a community, we must also learn the facts from our personal life. കാരണം വ്യക്തികൾ കൂടി വരുന്നത് കൂടെയാണല്ലോ സഭ. Amen. Church is all about individual people coming together. അങ്ങനെയെങ്കിൽ ലോകസ്നേഹം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന തകർച്ച എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കും. Let's examine the downfalls of those things that happen in a person's life when he becomes a friend of the world. ഒന്ന് രണ്ട് വ്യക്തികളെ തിരുവചനത്തിനകത്തു നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ്. I want to introduce to a few people from the word this evening. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം. 2 Timothy 4:10. 2 തിമോത്തി 4:10. 2 തിമോത്തിയോസ് 4:10. ഞാൻ തന്നെ വായിക്കാം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. സ്തോത്രം. For Demas, in love with this present world, he deserted me and went into the world. അപ്പോസ്തലനായ പൗലോസ് ഒടുവിലായിട്ട് എഴുതിയ ലേഖനമാണ് 2 തിമോത്തിയോസിന്റെ ലേഖനം. Paul the apostle is his final letters to Timothy. തന്റെ ഡെത്ത് സെന്റൻസ് കാത്തു കിടന്നുകൊണ്ട് റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് വേദനയോടെ പറയുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. He is awaiting his death sentence in the Roman jail and he is with so much grief in his heart sharing this letter. സ്തോത്രം. നമ്മൾ ഈ വായിച്ച വാക്യത്തിനകത്ത് മറ്റ് രണ്ടുപേരുടെ പേര് പറയുന്നുണ്ട്, ക്രേസ്കേസും തീത്തോസും. There are other two people who are mentioned here, Crescens and Titus. അവര് രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് പോയി. And they went into two different places like Galatia and Dalmatia. അവര് പോയതുപോലെ അല്ല ഈ ദേമാസ് പോയത്. Like how they went, it's not in a similar fashion Demas left. എങ്ങനെയാണ് ദേമാസ് പോയെന്ന് അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. It is very clearly written how Demas left. എവിടേക്കാണ് പോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. And he has also mentioned where he has left to. ആ വാക്യത്തിനകത്ത് വായിക്കുകയാണ്, ഈ ലോകത്തെ സ്നേഹിച്ചിട്ടാണ് ദേമാസ് പോയത്. He went because he loved this world. നോക്കി, ദേമാസ് ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല. Demas is not an ordinary man.
പൗലോസിന്റെ കൂട്ടുവേലക്കാരനാണ്. Paul, he was Paul's co-worker. പൗലോസിനോടൊപ്പം നടന്ന ശുശ്രൂഷകൾ കണ്ടും ശുശ്രൂഷകൾ ചെയ്തും നടന്നൊരു മനുഷ്യനാണ്. Demas is a man who walked along with Paul and who co-ministered with Paul. അപ്പൊ ദൈവരാജ്യത്തിന്റെ ശക്തി അനുഭവിച്ച മനുഷ്യനാണ്. He is a person who has experienced the power of the kingdom of God. അവനാണ് ഇപ്പോൾ ലോകത്തെ സ്നേഹിച്ചു And it പോയിരിക്കുന്നത്. is that very man who has left loving the present world. അപ്പൊ ദൈവമൈതലെന്ന് പറയുന്നവനും ദൈവമക്കളെന്ന് പറയുന്നവർക്കും ലോകത്തെ സ്നേഹിച്ചു പോകാൻ കഴിയുമെന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുക. And this verse clearly says that there are all chances and possibilities for the very children of God to slip away into the love affair with the world. ഇനി നോക്കിയേ, ഏത് ലോകത്തെയാണ് ഈ ദേമാസ് സ്നേഹിച്ചത്? Which world did he love? ഏത് ലോകമാണോ ക്രിസ്തുവിനെ ക്രൂശിച്ചത് ആ ലോകത്തെ അവൻ സ്നേഹിച്ചു. The very world that crucified Christ, he is in love with the same world. ഏത് ലോകമാണോ സത്യത്തെ തമസ്കരിക്കുന്നത് ആ ലോകത്തെ അവൻ സ്നേഹിക്കാൻ തുടങ്ങി. Which world that ignored or rejected the truth, he loved the same world. ഏത് ലോകമാണോ തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഏത് ലോകമാണോ സ്വാർത്ഥതയെ പ്രോത്സാഹിപ്പിക്കുന്നത്, സകല അസാന്മാർഗതയെ പ്രോത്സാഹിപ്പിക്കുന്നത് ആ ലോകത്തെ സ്നേഹിച്ച് അവൻ പോയി. Demas loved the very world that encouraged selfishness, double-mindedness, and all of those things. He loved the same very world. ഇനി അവൻ പോകാനുള്ള കാരണം ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായ കാര്യം, When I examined the reasons for him to leave and love the world, what I understood is, ഒന്ന്, അവൻ ഇപ്പോൾ ആയിരിക്കുന്നത് പൗലോസിന്റെ കൂടെ. and then the first thing is that he is with Paul. പൗലോസിന്റെ ശുശ്രൂഷയും പൗലോസിന്റെ ജീവിതവും ഒന്നും സുഖകരമായ അനുഭവമല്ല. Paul's life and Paul's experience and ministry is not a very smooth one. നിരന്തരം അടികൊള്ളുന്ന അല്ലെങ്കിൽ നിരന്തരം തടവിലാകുന്ന വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും പട്ടിണിയും ഒക്കെ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്. He is a person who goes through hunger, who goes through poverty and all of that factors, and he gets beaten up also very often. ഏത് നിമിഷവും മരണം കൈവരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. He is a man who is ready to face death at any point of time. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചപ്പോൾ ഒരുപക്ഷെ ദേമാസിന് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് കാണും. In that point, living that such kind of a lifestyle, he must have felt insecure in himself. ആ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ കാരണം എന്താണെന്ന് ഞാൻ പറയാം. There is a reason why he must have felt insecure. ദേമാസ് ആശ്രയിച്ചത് പൗലോസിലായിരുന്നു. Demas' trust was in Paul. എന്നാൽ പൗലോസ് ആശ്രയിച്ചത് ലോകത്തിലെ ഒരു മനുഷ്യനെയല്ല, തന്നെ വിളിച്ച ദൈവത്തിലായിരുന്നു. But Paul did not trust in the world, but he had trust in the God who called him. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ ആശ്രയം മനുഷ്യരിലായിരിക്കരുത്. Amen. Our trust must not be in man. നമ്മുടെ ആശ്രയം പ്രഭുക്കന്മാരിലാകരുത്. Our trust must not be in kings. നമ്മുടെ ആശ്രയം ധനത്തിലാകരുത്. Our trust must not be in wealth. നമ്മുടെ ആശ്രയം സർവശക്തനായ ദൈവത്തിലായിരിക്കണം. Our trust must be in the Almighty God. ദൈവത്തിന്റെ വചനം പറയും, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളും. Amen. The word of God reminds us that whoever trusts in the Lord, he will be surrounded by the mercies of God. ദൈവത്തിന്റെ വചനം പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിൽക്കും. Amen. Everybody who trusts in God will stand strong as a Zion mount. അപ്പൊ മാനുഷികമായ ആശ്രയം നമ്മളെ കെണിയിലാക്കും. Amen. Every trust in man will leave us trapped. ഇനി നോക്കിയേ, ഈ ഇൻസെക്യൂരിറ്റി അവനെ നയിച്ചത് എവിടേക്കാ? This sort of insecurity, where did that lead Demas to? അവനെ തെസ്സലോനിക്ക എന്ന പട്ടണത്തിലേക്ക് ഇറക്കി. Demas was led to the land of Thessalonica. കഴിഞ്ഞ രാത്രി നമ്മൾ തെസ്സലോനിക്ക സഭയെ പറ്റി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് ടി എം ജോർജ് സാറിൽ നിന്ന് കേട്ടു. We heard a blessed sermon about the church of Thessalonica from T.M. George sir last night. എന്താ തെസ്സലോനിക്കയുടെ പ്രത്യേകത? What are the specialities of the church of Thessalonica? തെസ്സലോനിക്ക ഒരു ത്രൈവിംഗ് അല്ല, ഒരു ബസ്ലിംഗ് സിറ്റിയാണ്. വലിയ ആഡംബരങ്ങളുള്ള ഒരു നഗരമാണ്. Thessalonica is a luxurious, thriving city. റോമൻ ആധിപത്യമുള്ള ഒരു നഗരമാണ്. A Roman reigned city. ഈ തെസ്സലോനിക്ക അറിയപ്പെടുന്നത് മാസിഡോണിയയുടെ മദർ എന്ന്, അല്ലെങ്കിൽ മാസിഡോണിയൻ പട്ടണങ്ങളുടെ എല്ലാം മാതാവ് എന്ന് അറിയപ്പെടുന്നത്. This Thessalonian city was known as the mother of the Macedonian region. ഒത്തിരി ട്രേഡ് നടക്കുന്ന, ഒത്തിരി വാണിജ്യങ്ങൾ നടക്കുന്ന, സമ്പൽ സമൃദ്ധിയുള്ള ഒരു പട്ടണമാണ്. A lot of give and takes, business and trades would happen in that place. അപ്പൊ ഈ കഷ്ടതയുമായി നടക്കുന്ന പൗലോസിനേക്കാൾ നല്ലത് തെസ്സലോനിക്കയാണെന്ന് ഒരുപക്ഷെ ദേമാസിന് തോന്നിക്കാണും. Demas must have felt that it is safer and good enough to leave Paul and go to Thessalonica in every sense. അങ്ങനെ അവൻ തെസ്സലോനിക്കയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. There he is gone to Thessalonica. പക്ഷെ തിരുവചനത്തിനകത്ത് പിന്നീട് ദേമാസ് എവിടെ പോയി, ദേമാസ് എന്തായെന്നൊരു ചരിത്രമേ ഇല്ല. Later on, after that verse 9, we never see any mention about Demas and what happened to him ever across the Bible. അത് തരുന്നൊരു പാഠമുണ്ട്. There is a lesson that we learn from that. ദൈവത്തെ വിട്ട് അല്ലെങ്കിൽ ദൈവഭാഗം വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന്റെ ചരിത്രം, സ്തോത്രം, അവിടെ കൊണ്ട് അവസാനിക്കും. Amen. Everybody's history, whoever goes into the ways of the world, leaving the way of God, his history comes to an end at that very point. അവന്റെ ആത്മീക പൈതൃകം അതുകൊണ്ട് അവസാനിക്കുകയാണ്. His spiritual lineage and heritage comes to an end at that very point. സ്തോത്രം. നമ്മുടെ
ആത്മീക പൈതൃകം നിലനിൽക്കണമെങ്കിൽ നമ്മളും ദൈവസന്നിധിയിൽ നിലനിൽക്കണം. If we need to sustain our spiritual heritage, we must also sustain ourselves in the Lord. അടുത്തത് പൗലോസ് പറയുകയാണ്, ഹി ഡെസേർട്ടഡ് മീ, അവൻ എന്നെ അബാൻഡൻ അല്ലെങ്കിൽ ഒരു നീഡിൽ ഒരു ആവശ്യഘട്ടങ്ങളിൽ എന്നെ ഉപേക്ഷിച്ചു പോയി. Amen. And Paul is also mentioning he deserted me or he abandoned me when I was in time of need. എന്നുവെച്ചാൽ ഈ ആവശ്യത്തിലിരിക്കുമ്പോൾ കാണാതെ പോകത്തില്ല, അല്ലെങ്കിൽ ആവശ്യത്തിലിരിക്കുമ്പോൾ ഇട്ടേച്ച് പോകത്തില്ല. ആ ഒരു അനുഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. It is just like betrayal or forsaking somebody when they are in times of need. ഇതേ പദമാണ് യേശു കർത്താവ് ക്രൂശിൽ നിലവിളിക്കുമ്പോൾ പറയുന്നത്, ഏലി ഏലി ലമ്മ ശമക്താൻ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. It is the same usage that Jesus calls out to God on the cross, crying out, Lord, why did you forsake me? അപ്പൊ അതൊരു വേദനയുടെ നിലവിളിയാണ്. It is a cry in desperation and pain. അപ്പൊ ഇതിനകത്തൊരു ടേക്ക് അവേ ഉണ്ട്. There is a takeaway in that too. ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്നൊരു ദൈവ പൈതൽ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മറ്റു പലർക്കും അത് മുഖാന്തരം മുറിവുകൾ ഉണ്ടാകും. Amen. When a person who was with a person or a man of God, when he leaves and goes into the ways of the world, that will create hurt in others who stay back. സഭയിൽ കടന്നു വരുന്നൊരു വിശ്വാസി ലോകത്തിന്റെ പുറകെ പോകുമ്പോൾ ദൈവസഭയ്ക്ക് അത് മുറിവാകും. Amen. When a believer in the church goes into the ways of the world, that will become a hurt or a wound to the church. ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിനകത്തുനിന്ന് ഒരു തലമുറ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അതൊരു വേദനയായി മാറും. When a very child who was born and raised in a very godly family and he leaves into the world, leaving the church behind, that will become a wound and a hurt in the hearts of the people of the church. പ്രിയ ദൈവമക്കളെ, നമ്മളെ ദൈവം വിളിച്ചത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാനല്ല, വേദനയിലിരിക്കുന്നവന് ആശ്വാസമായി മാറാനാണ്. The Lord has called us to comfort those people are hurt and wounded, not to make more and more wounds or hurt in them. നമ്മുടെ ലോകസ്നേഹം നിമിത്തം, ലോകമയത്വം നിമിത്തം ദൈവസഭയ്ക്ക് ഒരു മുറിവുണ്ടാകുവാൻ നമ്മൾ അനുവദിക്കരുത്. We must not let anybody be hurt because we get into illicit relationship with the world. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ ദേമാസിന്റെ ചരിത്രത്തെ പിന്നീട് നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. And later on we do not read any accounts about Demas. പക്ഷെ എന്നിരുന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങി പോയാലുള്ള അനുഭവം എന്താകുമെന്നുള്ളത്. But we must understand what will happen, what would the end be of a person. അതിന് മറ്റൊരു ഉദാഹരണം തിരുവചനത്തിനകത്ത് നമുക്ക് There പരിശോധിക്കാം. is another example from where we want to learn. ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകാം. നമുക്കറിയാവുന്ന സംഭവമാണ് ധൂർത്തപുത്രന്റെ ഉപമ. We clearly know about the history and the story of a prodigal son. ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു. A man had two sons. അതിൽ ഇളയവൻ ഒരു ദിവസം അപ്പന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അപ്പ എനിക്കുള്ള ഓഹരിയിൽ പങ്ക് എനിക്ക് തരണം. The younger one goes to his father and says, I want to receive my part. അവൻ അതെല്ലാം സംഭരിച്ചുകൊണ്ട് ഒരു ദൂരദേശത്തേക്ക് പോയി He എഴുതിയേക്കുന്നു. went into a far off land after he received his share from the father. നമ്മൾ വായിക്കുമ്പോൾ ഇവൻ സമ്പാദിച്ച ശേഷമാണ് ദൂരദേശത്തേക്ക് പോയെന്ന് മനസ്സിലാക്കാൻ കഴിയും. Amen. When we read, we understand that he received all that he had to receive from the father and went to a far off പക്ഷെ ആ land. ദൂരദേശം അന്നല്ല വെളിപ്പെട്ട് വന്നത്. But that far off land did not reveal itself at that very point. അവൻ അപ്പന്റെ വീട്ടിൽ താമസിക്കുമ്പോഴേ ഇവന്റെ അകത്ത് ആ ദൂരദേശമുണ്ട്. Amen. When he was already living in his father's house, he already had that far off land within inside of his heart. അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ ലോകത്തിലേക്ക് സ്ലിപ്പ് ചെയ്ത് വീഴുന്നത്. നിരന്തരം നമ്മൾ അതിനെ എംബ്രേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഹൃദയത്തിലിട്ട് താലോലിച്ച് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. It is not an overnight process that we get attracted to the world. It is about us lingering and embracing that thought of the world again and again that holds us back, calls us into the world. ഇവിടെ നോക്കി, അപ്പന്റെ വീട്ടിൽ ഇരിക്കുമ്പോഴാണ് ഇവന്റെ ഹൃദയത്തിൽ ആ ചിന്ത വരുന്നത്. Amen. When he was verily comfortably seated at his father's house is when he gets this thought. അവിടെ ഒരു ദൂതുണ്ട്, സഭയെ കടന്നു വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോഴും അകത്ത് ലോകം വളരാനുള്ള സാധ്യതയുണ്ട്. Amen. That means even when you are in church, even when you are within the church, there are chances that the pleasures of the world may attract you. ഇനി നോക്കി, ഇവൻ ഈ സമ്പത്തെല്ലാം കൊണ്ടുപോയിട്ട് ദൂരദേശത്ത് ഒരു ലൂസ് ലീവിങ് കഴിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. And it is mentioned about him that he lived a loose life in that far off land. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, സ്തോത്രം, എന്തുകൊണ്ടാണ് ഇവൻ അപ്പന്റെ വീട്ടിൽ നിന്ന് ദൂരദേശത്തേക്ക് പോയത്. And you will understand that why did he leave his father's house and go off to a far off land. കാരണം അപ്പന്റെ വീട്ടിനകത്ത് ചില പ്രമാണങ്ങളുണ്ട്. He went there because if you want to live in the father's house, there are certain laws and ways that you have to live in. അപ്പന്റെ വീട്ടിനകത്ത് ചട്ടങ്ങളുണ്ട്. There are some ways and commandments that you have to follow. You want to stay within when you're in the father's house. അത് അവന്റെ ഇഷ്ടങ്ങളെ സാധിപ്പിക്കാൻ തടസ്സമായി നിൽക്കുകയാണ്. And that became a hindrance to satisfy his fleshly desires. അതിനെ അതിജീവിക്കണമെങ്കിൽ അവൻ ദൂരദേശത്തേക്ക് പോയേ മതിയാകുള്ളൂ. To overcome that, if he needs to satisfy his fleshly desires, he needs to leave his father's house and go off to a far land. അത് പറയുമ്പോൾ സഭയോട് ഒരു ആത്മീക ദൂതി ഞാൻ പറയാം. There is also a spiritual sense to the church. സഭയ്ക്ക് ഒരു പ്രമാണമുണ്ട്.
There is a way in which the church upholds. സഭയ്ക്ക് ചട്ടങ്ങളുണ്ട്. There are ways and laws in which the church holds. അത് പാലിക്കപ്പെടാൻ തന്നിരിക്കുന്ന പ്രമാണങ്ങളാണ്. And those are things that are given to the church to be followed. സഭയെ പറ്റി പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, സഭ കെട്ടിയടച്ച തോട്ടമാണ്. Amen. When it is mentioned about church by the Holy Spirit, it is saying church is a fortified garden. സഭ നമുക്കിഷ്ടമുള്ളതുപോലെ ക്രയവിക്രയങ്ങൾ നടത്തുന്ന ഇടമല്ല. Not just like how we can give and take in the church. ദൈവത്തിന്റെ പ്രമാണം എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ദൈവസഭ. The law of the word of God or the law of the Lord is executed in the church. അപ്പൊ അതിന് താല്പര്യമില്ലാതെ നിൽക്കുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തിലേക്ക് ഇറങ്ങി പോകുന്നത്. Only people who are not interested in such matters will leave into the world. അപ്പൊ ഇവൻ ആദ്യം ചിന്തിച്ചു അപ്പന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ജീവിക്കാമെന്ന്. Amen. And in the beginning he thought I can live however I want when I leave the father's അത് house. നടന്നു. And that happened. എന്നാൽ അവന്റെ ഹൃദയത്തിനകത്ത് മറ്റു പല ചിന്തകളും ഉണ്ടായിരുന്നു. There were several other thoughts that burst out in his heart. അപ്പന്റെ വീട്ടിലില്ലാത്ത സന്തോഷം പുറത്താണെന്നാണ് അവൻ ചിന്തിച്ചത്. And he thought to himself that there was a greater measure of joy that was available outside in the world than his father's house. എന്നാൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. But we know what happened. അവന്റെ ആ ദുർനടപ്പ് അവനെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റി. And that way he went away from the Lord made him nothing. ഇന്ന് രാത്രി ഞാൻ പറയാം, പ്രമാണത്തിന് പുറത്തുള്ള നിന്റെ ജീവിതം നിന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റി. And you must understand that every step that you take outside the word of God will take you nowhere. അത് നിന്റെ അവകാശങ്ങളെ നശിപ്പിക്കും. And that will let go of your inheritance. അത് നിന്റെ വ്യക്തിത്വങ്ങളെ നശിപ്പിക്കും. That will destroy your personality. അത് നിന്റെ നന്മയെ നശിപ്പിക്കും. That will destroy your blessing. നിനക്കുള്ള സകലത്തെയും അതില്ലായ്മ ചെയ്യും. Everything that you have it will be let gone. ഇനി നോക്കിയേ, ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ ഇവന്റെ കയ്യിൽ എടുക്കാൻ ഒരു പൈസ പോലും ഇല്ല. And when there was a famine in the land, he did not have anything. ഇവൻ എന്താ ചെയ്യുന്നത്? What did he do? അവിടെ എഴുതിയിരിക്കുകയാണ്, ആ ദേശത്തെ ഒരു സിറ്റിസൺ അല്ലെങ്കിൽ ഒരു പൗരനെ അവൻ അഭയം പ്രാപിപ്പാനായിട്ട് ഇടയായി തീർന്നു. And there we understand that he goes into take shelter in a person's house. അപ്പൊ ലോകക്കാരനായ ഒരു മനുഷ്യനെയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? പിന്നീട് ചെന്ന് അഭയം ചെയ്യുന്നത്. He is later on trusting in a person who is of the world. ഇനി അവൻ ഇവനോടുള്ള പെരുമാറ്റം എങ്ങനായിരുന്നു? How was that person treating this man? എന്താ ഇവന് ചെയ്തത്? What did he do to the son? അവനെ പന്നിയെ മേയ്പ്പാൻ അയച്ചെന്ന് എഴുതിയേക്കാം. And he sent him to lead or shepherd the pigs. ഇവൻ ഒരു പക്ഷേ കരുതി കാണും, ഇവൻ എന്നെ ഒരു സുഹൃത്തായി കാണും, അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കും, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കും, എന്നെ ഒന്ന് ഹീൽ ചെയ്യുന്നൊക്കെ ഇവൻ ചിന്തിച്ചത്. He must have thought in his heart that this man would become a comfort, this man would become a solace to that person's situation. എന്നാൽ ആ ഭാഗം ആഴത്തിൽ പഠിക്കുമ്പോൾ ഈ മനുഷ്യനെ അവൻ അല്ലെങ്കിൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഈ പയ്യനെ അവൻ ചവിട്ടി താഴ്ത്തുക ചെയ്യുന്നത്. We understood that this person was even again putting him down and letting him go feed the pigs. അവനെ ഒരു അടിമയായിട്ടാണ് കാണുന്നത്. And then he took him as a slave. അവന്റെ ഐഡന്റിറ്റിയെ നശിപ്പിക്കുന്ന, his identity was long gone. അവന്റെ അഭിമാനത്തെ നശിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഈ പൗരനെ നമുക്ക് കാണാനായിട്ട് He കഴിയുന്നത്. became a person who demolished the identity of that son. സ്തോത്രം. ഇനി നോക്കിയേ, അവനുണ്ടായ ഒരു നല്ല കാര്യം പറയാം. And let me tell you one good thing that happened there. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവനൊരു സുബോധം വന്നു. After some days he had a good thought in his heart. സുബോധം വന്നപ്പോൾ അവന് അപ്പനെ ഓർക്കാനായിട്ട് ഇടയായി തീർന്നു. When he got into his good senses, he remembered his father. അവൻ അപ്പന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. And he went back into the father's house. അപ്പൻ അവനെ ചേർത്ത് പിടിച്ചു. There his father held him close. അവിടെ ഒരു ആത്മിക ദൂതുണ്ട്. There is a word and a verse that we need to understand. അത് ഇതുമായിട്ട് ചേർന്ന് വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയാം. Let me share that here. I don't know if it's directly related. നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ആരെ അഭയം പ്രാപിക്കുന്നു എന്നുള്ളത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. In times of our trials and tribulations, it is very important to understand in whom we trust. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ ഈ മകൻ ലോകക്കാരനെ അഭയം പ്രാപിച്ചു. The one who went into the world trusted and took shelter in the worldly man. അവനെ ഒരു ലോകക്കാരനായി കണ്ടു. And that person also treated him as another worldly man. എന്നാൽ അവന് മാനസാന്തരം വന്നപ്പോൾ, But when he repented, അവന്റെ അപ്പനെ അഭയം പ്രാപിച്ചു. and he took trust and shelter in his father. അപ്പൻ അവനെ ലോകക്കാരനായിട്ടല്ല കണ്ടത്. And his father did not treat him as another worldly അപ്പൻ man. അവനെ ഒരു അടിമയായിട്ടല്ല കണ്ടത്. His father did not treat him as another slave. അപ്പൻ അവനെ ഒരു ദുർനടപ്പുകാരനായിട്ടല്ല His കണ്ടത്. father did not treat him as another way അപ്പൻ man. അവനെ സ്വന്തം മകനായി കണ്ടു. His father treated him as his own ഇന്ന് son. രാത്രി ഞാൻ ഒരു ദൂത് പറയാം. Tonight let me tell you, ലോകം നിന്നെ ഒരിക്കലും ഒരു മകനായി കാണത്തില്ല. the world will not ever see you as a son. ലോകം നിന്നെ സ്വന്തമെന്ന് കരുതി ചേർത്തണയ്ക്കത്തില്ല. The world will never hold you close as his very own. ലോകം ഒരുപക്ഷെ
നിനക്ക് താൽക്കാലിക സുഖങ്ങളും താൽക്കാലിക സൗഭാഗ്യങ്ങളും ഒക്കെ തന്നെന്ന് വരാം. The world may give you temporary pleasures and luxuries in life. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ലോകം നിന്നെ ഒരു ചണ്ടിയെ പോലെ വലിച്ചെറിയും. But after a point, the world will trash you. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മളോട് അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ദൈവമല്ല. But an ever merciful God will never treat us like that. ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്ന ദൈവമല്ല. Amen. There is the God does not do things in return of our actions. അപ്പന് മക്കളോട് കരുണ തോന്നുന്നില്ല, യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. Just like how a father is merciful and kind to their children, God is merciful to his children. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. Holy Spirit is revealed, talking to some people. നിനക്ക് മടങ്ങി വരാൻ അവസരമുണ്ട്. You have an opportunity to repent and return. നിന്റെ നഷ്ടങ്ങളെല്ലാം മാറ്റാൻ കഴിവുള്ള ഒരു പിതാവ് നിന്നെ കാത്തിരിപ്പുണ്ട്. God is waiting to turn your loss into profit. ഇന്ന് രാത്രി നീ മടങ്ങി വരാൻ തയ്യാറായാൽ, Tonight if you are ready to come back, നിന്നെ ഒരു മകനെ പോലെ ചേർത്തണയ്ക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. God is faithful to hold you close. നാളത്തെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയിൽ, പക്ഷെ ഇന്ന് രാത്രി നീ സമർപ്പിച്ച ഒരു മടങ്ങി വരവിന് തയ്യാറായാൽ, There is no guarantee about tomorrow, but if you are ready to surrender and come here നീ tonight, ചിന്തിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി നിന്നെ കരുതുവാനും സ്നേഹിപ്പാനും മതിയായ ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. the Lord is more than able to trust in. നോക്കിയേ, ലോകക്കാരെ നമ്മൾ എപ്പോ അഭയം പ്രാപിച്ചാലും അവൻ നമ്മെ ലോകക്കാരനായിട്ടേ കാണത്തുള്ളൂ. Whenever you trust in the world or take shelter in the world will treat you only as another man. ഒരു ഉദാഹരണോടെ പറയാം. One more example I want to share. യൂദാ പാപം ചെയ്തച്ചാ. And Judas sinned. എന്താ ചെയ്തേ? കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാ? 30 വെള്ളിക്കാശിന് വേണ്ടി. He betrayed a sinless blood for 30 pieces of silver. പക്ഷെ പിന്നീട് അവന് മനസാന്തരം വന്നു. And later on he repented. പക്ഷെ അവൻ അപ്രോച്ച് ചെയ്ത വ്യക്തികൾ wrong personalities ആയിരുന്നു. But the people whom he approached with that repented heart was wrong. അവൻ ആരെ അപ്രോച്ച് ചെയ്തേ? Whom did he approach? അവൻ മഹാപുരോഹിതന്മാരെ അപ്രോച്ച് ചെയ്തു. He approached the high priest in this land. അവരവനെ കൈയൊഴിഞ്ഞു. And they left him. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, Amen. There is something that I believe. ആ മഹാപുരോഹിതന്റെ അടുക്കൽ ചെല്ലുന്നതിന് പകരം അവൻ യേശുവിന്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനൊരു പാപക്ഷമ ലഭിച്ചേനെ. Amen. If he had gone to Jesus instead of those high priests, he would have definitely received forgiveness. കാരണം ആ യൂദയ്ക്ക് വേണ്ടി കൂടിയാ യേശു കാൽവരി ക്രൂശിൽ മരിച്ചത്. Jesus also died for the very Judas that betrayed him. ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ യൂദായെ ചാർത്തി കൊടുക്കാം. We may claim him or call him the biggest criminal or the biggest problematic person in the world. പക്ഷെ അവനെയും ചേർത്തണയ്ക്കാൻ മനസ്സുള്ളവനായിരുന്നു യേശു. But Jesus was the very person who held him close to. ഇനി അതേ സംഭവത്തിൽ നിന്ന് നോക്കിയേ, സത്യത്തിൽ യൂദയെക്കാട്ടി വലിയ പാപം ചെയ്തത് പത്രോസാ. Amen. You must understand that even greater sinner was Peter. പത്രോസ് തള്ളി പറഞ്ഞത് മാത്രമല്ല, പ്രാഗി. Peter, not just that he betrayed Jesus, but he also cursed Jesus. ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം. Not just once, but thrice. പക്ഷെ താൻ ചെയ്ത കുറ്റത്തെ പറ്റി അനുദപിച്ചവൻ പൊട്ടിക്കരഞ്ഞു. But he cried in repentance. അവൻ യേശുവിനെ ഒന്ന് നോക്കി. He looked at Jesus. ആ നോട്ടം യേശു മനസ്സിലാക്കി. And that sight of his was taken by Jesus. ആ നോട്ടമാണ് പത്രോസിനെ തേടി യേശു മടങ്ങി വരാനിടയായി തീർന്നത്. And that is the very sight that brought Jesus back to Peter. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ഒരു ശബ്ദം ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നില്ല. നീ ദൈവത്തോട് ഹൃദയം കൊണ്ടൊന്ന് പറയാൻ തയ്യാറല്ല. ഇന്ന് രാത്രി നിന്നോട് അടുത്ത് വരുന്ന ഒരു ദൈവമുണ്ട്. Tonight you just do not even have to release a sound from your throat, but just with a sincere heart, if you look unto God, there is a God who draws close. നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. There is a God who draws you closer to you. നിനക്ക് അവകാശങ്ങളെ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. There is a God who gives back the inheritance to you. പക്ഷെ നീ മടങ്ങി വരാൻ തയ്യാറാകണം. You must be ready to come back. തീരുമാനം എടുക്കണം. You must be ready to decide. നോക്കി, ഈ ഭാഗം ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാൻ പോകും. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയ ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ഈ ധൂർത്തപുത്രന്റെ ജീവിതം ഒന്നുമില്ലാതായി മാറി. Amen. The very world that he went into, his life became nothing. It became a zero. ലോകം അവനെ തകർത്തു കളഞ്ഞു. The world destroyed him. എന്നാൽ കൃപയാൽ അവനൊരു മടങ്ങി വരവ് സാധ്യമായി. By grace there was a repentance and there was a restoration. ഇന്ന് രാത്രിയിലും ആ കൃപ നമ്മെ മാടി വിളിക്കുന്നുണ്ട്. Tonight that very grace is calling us again. ഇനി ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. One more example and I want to close. ഈ രണ്ട് കൂട്ടരും ദൈവഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. Amen. Both of these people went from the house of the Lord. നമുക്ക് അങ്ങനെ വിവക്ഷിക്കാം അല്ലേ? We can say in a way. എന്നാൽ ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ ലോകത്തിന്റെ മയത്തിലേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തി അവിടെ വിജയം വരിച്ചത് തിരുവചനത്തിനകത്തുണ്ട്. Amen. You must understand that there was one person who got the victory even in that way. ലോകപ്രകാരം ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി മുമ്പിലുള്ളപ്പോഴും
പ്രമാണത്തിന് വേണ്ടി നിന്നൊരു മനുഷ്യനെ തിരുവചനത്തിനകത്ത് നമുക്ക് കാണാൻ We കഴിയും. can see one man who stands still and stood firm for the ways of the Lord, even when he had all the circumstances to go into the way of the world. ആ മനുഷ്യന്റെ പേര് ദാനിയേൽ എന്നാ. His name is Daniel. ദാനിയേലിനൊപ്പം ശദ്രക് മേശക് അബേദ്നെഗോവിനെ നമുക്ക് കാണാനായിട്ട് With കഴിയും. Daniel, we know about Shadrach, Meshach, and Abednego. ഇവര് അടിമകളായിട്ട് പിടിച്ചോണ്ട് പോയതാ. And they were called into as slaves. അവരിൽ കുലീനന്മാരും ബുദ്ധിയുള്ളവരെയൊക്കെ രാജാവിന്റെ അരമനയ്ക്കകത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ച് ആ രാജഭരണം നടത്താൻ അവരെ ട്രെയിൻ ചെയ്യുന്ന സന്ദർഭം. Highly skilled and wise people, these people were getting trained to govern the people there. ദാനിയേൽ എടുത്തൊരു തീരുമാനമുണ്ട്. But there was one decision that Daniel took. ആ ഭാഗത്തേക്ക് ഞാൻ കയറുമ്പോൾ തന്നെ ഒരു കാര്യം പറയാം. Right away when we get into that portion, നമ്മെ തകർത്ത് കളയാൻ ലോകത്തിന് കൃത്യമായ അജണ്ടകളുണ്ട്. the enemy and the world has clear agendas to destroy our lives. ഈ ദാനിയേലിനെയും കൂട്ടരെയും കൊണ്ടുവന്ന് അവിടെ ഒരു യെരുശലേമിനായിട്ട് അല്ലെങ്കിൽ യഹൂദനായിട്ട് വാഴിക്കാനല്ല. Amen. He was not taken into captive as a slave, not to live him make him live as a Jew. യഹൂദനായിരുന്നവനെ ബാബിലോണ്യനാക്കാനായിരുന്നു അവന്റെ പരിശ്രമം മുഴുവൻ. Their entire efforts were to make him a Babylonian. അതിന് അവർ ചെയ്ത കാര്യങ്ങൾ, But what are the things that they did? ഒന്ന് അവന്റെ പേര് മാറ്റി. First thing, they changed his name. രണ്ട് അവന്റെ പഠനത്തിന്റെ നിലവാരത്തെ മാറ്റി. There they changed his way of education. മൂന്ന് അവന്റെ വസ്ത്രം മാറ്റി. There then they changed his robe and his outfit. നാലാമത്തെ കാര്യം അവന്റെ ഭക്ഷണം മാറ്റി. The fourth thing is that he changed his food. ആദ്യ മൂന്ന് കാര്യങ്ങൾക്കകത്ത് ദാനിയേൽ ഒന്നും മിണ്ടിയില്ല. The first three things he did not say anything പക്ഷെ against. രാജാവിന്റെ മേശമേലുള്ള ഭക്ഷണം പാനീയം കുടിക്കാൻ പറഞ്ഞപ്പോൾ ദാനിയേൽ പറഞ്ഞു നോ. But Daniel said a big no to the table of the king when he was asked to take part in that. അതെന്താ അങ്ങനെ പറയാൻ കാരണം? What is the reason? കാരണം ദാനിയേലിനറിയാം ഞാനൊരു ദൈവപൈതലാണ്. You must understand, Daniel had a very clear sense that he was a child of God. ഞാനൊരു യഹൂദനാണ്. I am a Jew. എനിക്കൊരു സ്ട്രിക്റ്റ് ഡയറ്ററി ലോ ഉണ്ട്. I have a dietary law that I have to follow it to stand in right standing with അത് God. തിരുവചനത്തിനകത്ത് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. It is clearly written in the book of law. അത് വയലേറ്റ് ചെയ്തിട്ട് ഞാൻ എത്ര പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലും സ്വർഗം കേൾക്കുകയില്ല. How much ever I violate that and kneel down and pray, heaven will not receive that അത് prayer. വയലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു സ്ഥാനമാനങ്ങളും വേണ്ട. If I violate that, I don't need any other blessings or wealth and name in the world. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് രസകരമായ ഒരു ചിന്ത വന്നു. There was a very interesting thought that came to my mind when I was meditating. അടിമയായിട്ട് പട്ടിണിയായിട്ട് കിടന്നൊരു മനുഷ്യനെ കൊണ്ടുവന്ന് ഇവിടെ രാജാവിന്റെ മേശയിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞപ്പം സ്തോത്രം ഞാനായിരുന്നെങ്കിൽ പറഞ്ഞ ഞാൻ എടുത്തേക്കാൻ. Amen. If I was that person who was made to put there and given me a bigger banquet in the palace of the king, I would have maybe received it. എന്നിട്ട് അടുത്ത ആഴ്ച ഒരു സാക്ഷ്യം പറയും എനിക്ക് ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കിയെന്ന്. And I would have even testified the Lord made a table in front of the enemies. വേണമെങ്കിൽ പറഞ്ഞേനെ അല്ല ശത്രുവിനെ കൊണ്ട് എനിക്ക് മുമ്പിൽ മേശ And ഒരുക്കിച്ചെന്ന്. we would have also added with the same enemy the Lord made a table in front of me. പക്ഷെ ദാനിയേൽ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത്. Amen. Daniel did not say any of that sort. ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒന്നും എനിക്ക് വേണ്ടെന്ന് അവൻ പറയാൻ തയ്യാറായി. I do not need anything that will take me away from the will of God. ദൈവമക്കളെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. You must understand something very clearly. നമ്മൾ യെസ് പറയുന്നതിനെക്കാട്ടി നോ പറയാൻ പഠിക്കണം. Amen. We must learn to say no more than we say yes. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കണം. We must learn to say no to the very thing that we have to say no. രണ്ടവൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ടാണ് നോ പറഞ്ഞത്. Second, he trusted in God to say no. അതുകൊണ്ട് എന്ത് ലഭിച്ചു? അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. That is why he received higher grace from the Lord. ഇന്ന് രാത്രി ഞാൻ പറയാം ചിലയിടത്തൊക്കെ നോ പറയാൻ അല്പം പ്രയാസമാണെങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിച്ച് പറയുമ്പോൾ നിനക്ക് അവിടെ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടും. Amen. There will be a great release of favor of God if you are trusting in God and saying no to certain things of the world. ബാബിലോണിയ രാജാവിന്റെ പദ്ധതിക്കകത്ത് വീഴുവാൻ ദാനിയേൽ തന്നെ ഏൽപ്പിച്ചില്ല. Amen. Daniel did not let himself to be reigned over, ruled over by or defiled by the laws of the king. അവിടെ കൃത്യമായി പറയുന്നവൻ ഹൃദയത്തിൽ അത് തീരുമാനിച്ചിരുന്നു. He determined or purposed in his heart is what is written there. എപ്പോഴാ തീരുമാനിച്ചേ? When did he decide? ആ പ്രശ്നം വന്നപ്പോഴല്ല, Not when that problem came. അതിനു മുമ്പേ അവനൊരു തീരുമാനം ഉണ്ടായിരുന്നു. But even before, he was purposed in his heart. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കണം. There must be very strict decisions that we have or taken in aspects of the relationship with God. ഒരു രോഗം വരുമ്പോഴോ ഒരു പ്രതിസന്ധി വരുമ്പോഴോ ഒരു പ്രശ്നം വരുമ്പോഴോ ഇല്ല സമുദായക്കാർ നേർച്ച എടുക്കുന്ന പോലെ നേർച്ച എടുക്കുകയല്ല ചെയ്യേണ്ടത്. Not when a problem comes we do things. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സമർപ്പണവും ഒരു തീരുമാനവും നമുക്ക് എല്ലാ മേഖലയ്ക്കകത്തും We ഉണ്ടായിരിക്കണം. must always have a decision and a surrendering heart or an attitude in the lives of our lives. തുടർന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ മറ്റൊരു പ്രതിസന്ധി വന്നു. Going forward, there is another trial that comes in front of him. അന്യദേവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ And he was asked to pray to foreign gods. അവിടെ അവൻ നോ പറഞ്ഞു. There also he said no.
പക്ഷെ അവിടെ നോക്കി അവിടെ അനുകൂലമായ ഒരു സാഹചര്യമല്ല വെളിപ്പെട്ടത്. There also he did not have a favorable situation. അവിടെ സകലരും അവന് പ്രതികൂലമായി. But there everybody was against him. പ്രത്യക്ഷത്തിൽ അവന് കൃപ ലഭിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. We do not see a hand of God or a favor of God appearing there. അവനൊരു പ്രതിസന്ധിയുടെ ആഴത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. But he went through a trial and tribulation. പക്ഷെ പ്രതിസന്ധിക്കകത്ത് അവൻ വീണു പോകാൻ ദൈവം സമ്മതിച്ചില്ല. But the Lord did not let him down. നമ്മൾ ചില നോ പറയുമ്പോൾ ചില പ്രതിസന്ധി വന്നെന്നിരിക്കാം. When we say no, there may be things that come against പക്ഷെ ആ us. പ്രതിസന്ധി നിന്നെ മൂടുവാൻ ദൈവം അനുവദിക്കത്തില്ല. But the Lord will not let that problem to take over you. ആ അധ്യായം അല്ലെങ്കിൽ ആ ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ 2 പ്രാവശ്യം ദൈവം സാക്ഷാൽ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Two times in the same book of Daniel we see twice the Lord appearing himself. ആർക്കു വേണ്ടിയാ ദൈവം ഇറങ്ങി വന്നത്? For whom did Lord come? ലോകത്തോട് നോ പറഞ്ഞവന് വേണ്ടിയാ ദൈവം ഇറങ്ങി വരുന്നത്. The Lord came down to a person who said no to the world. എല്ലാവർക്കും വേണ്ടി ദൈവം ഇറങ്ങത്തില്ല. The Lord will not come down for everyone. ലോകത്തോട് നോ പറയുന്നവന് വേണ്ടി മാത്രമേ ദൈവം ഇറങ്ങി വരത്തുള്ളൂ. The Lord will come down for the very people who say no to God, no to the world. പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവന് വേണ്ടി മാത്രമേ ദൈവം ഇറങ്ങി വരത്തുള്ളൂ. Lord will come down only for people who say no to the world. ആ ദൈവം ഇറങ്ങി വന്നാൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരിക തന്നെ ചെയ്യും. When the Lord comes down, your situations will change. നോക്കിയേ അവന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. Amen. The Lord changed the situation. നോക്കിയേ ഈ ഒരു വലിയൊരു സാംസ്കാരിക തലസ്ഥാനത്തിലേക്ക് ഈ ബാബിലോൺ അല്ലെങ്കിൽ ഈ ദാനിയേലിനെ പിടിച്ചോണ്ട് പോയത്. Daniel is gone to a very wealthy capital city. എല്ലാരും എംബ്രേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു പട്ടണത്തിലേക്ക് ദാനിയേൽ പോയത്. It is a place that everybody wants to be in. പക്ഷെ ദാനിയേൽ അവിടുത്തെ കൾച്ചറിനെ അല്ല വലുതായിട്ട് കണ്ടത്. Amen. But Daniel did not hold its culture big. പ്രത്യുത അവൻ സ്ക്രിപ്ചറിനെ വലുതായിട്ട് But കണ്ടു. he held on to the scripture that he believed. ദൈവമക്കളെ, നമ്മൾ ഏത് രാജ്യത്ത് പാർത്താലും നമുക്ക് വലുത് സ്ക്രിപ്ചറാണ്. Amen. Wherever you stand, scripture must be our priority. ഒരുപക്ഷെ കൾച്ചറിനോട് നമ്മൾ എംബ്രേസ് ചെയ്തില്ലെങ്കിൽ മറ്റു പലരും കളിയാക്കി നിന്നിരിക്കാം, മറ്റു പലരും നമ്മളെ കൂട്ടിയതില്ലെന്ന് വന്നേക്കാം. Other people may mock us when we don't combine or conform ourselves to the cultures of the world. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നീ സ്ക്രിപ്ചറിനോട് അടുത്ത് നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങും. But when you hold the scripture to yourself, the Lord will come down for you. എന്നാൽ നീ കൾച്ചറിന്റെ പുറകെ പോയ ദൈവം നിനക്ക് എനിമിയായി മാറും. But if you go behind the culture, you will become the enemy of God. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ദൈവത്തിന്റെ എനിമിയാകണോ ദൈവത്തിന്റെ ഫ്രണ്ട് ആകണോ? Tonight the very question is, do you want to be a friend of God or an enemy of God? തീരുമാനം എന്റെ നിങ്ങളുടെ ഹൃദയത്തിനകത്താ. Amen. Let the decision be in our hearts. ദാനിയേൽ എടുത്ത പോലെ ഒരു തീരുമാനം എടുക്കാൻ തയ്യാറാണോ? Amen. Like Daniel decided, can we decide? ഇന്ന് രാത്രി തീരുമാനങ്ങളെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who respects our decision. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. One more thing I want to share and close. ഈ ശദ്രക് മേശക് അബേദ്നെഗോവും ദാനിയേലിനെയും എങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്? Shadrach, Meshach and Abednego, how were they brought into this world? നെബൂഖദ്നേസർ എന്ന് പറയുന്ന ക്രൂരനായ രാജാവ് യെരുശലേമിൽ നിന്ന് പിടിച്ചോണ്ട് വരിക ചെയ്തത്. Nebuchadnezzar, a cruel king, held them captive. എന്തിന്? അവന്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കാൻ. Why? To destroy his personality. അവന്റെ സ്പിരിച്വൽ ലെഗസിയെ ഇല്ലാതാക്കാൻ. To destroy his spiritual legacy. അവന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ. To destroy the relationship that he fostered with God. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. There is one word that I want to share from the Holy Spirit tonight. ദൈവകൃപയിൽ നിൽക്കുന്ന, everybody who stands in the grace of God, ദൈവഭവനത്തിനകത്ത് നിൽക്കുന്ന, everybody who abides in the house of God, ദൈവത്തിന്റെ നഗരത്തിൽ നാളെ പ്രയോജനപ്പെടേണ്ട, everybody who needs to be used by in the kingdom of God, ദൈവനാമത്തെ ഉയർത്തേണ്ടുന്ന, anybody who has to lift the name of God, തലമുറകളെ പിടിച്ചോണ്ട് പോകുന്ന പൈശാചിക വ്യാപാരങ്ങൾ കെണിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. There are traps set by the encampments of the enemy tonight. ലോകത്തോട് മക്കളെ ചേർത്ത് കെട്ടാൻ ശത്രു പൂണിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. There are tricks and strategies that the enemy has crafted to trap our generations. ഇന്ന് രാത്രി അതിനെ തിരിച്ചറിഞ്ഞ് പോരാടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Thank God for people who wage war against those. ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കണം. എന്തൊക്കെ വന്നാലും എന്റെ തലമുറയെ ശത്രുവിന്റെ കയ്യിൽ ഒരു ആയുധമാക്കുവാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. Whatever may come my way, I will not leave my children to be a weapon in the hand of the enemy. ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്. Today it is a spiritual warfare. നെബൂഖദ്നേസർ യെരുശലേമിനകത്ത് കയറിയത് യെരുശലേമിന്റെ നാശം കാണാനാണ്. Nebuchadnezzar got into Jerusalem to destroy Jerusalem. യെരുശലേമിന്റെ ആത്മീക അധപ്പതനം കാണാനാണ്. He wanted to see the Jerusalem, the city lost. അടുത്തൊരു തലമുറ ദൈവിക പ്രമാണത്തിനു വേണ്ടി നിൽക്കാതെ വണ്ണം അവരെ നാമാവിശേഷമാക്കാനാ ശത്രു കയറിയത്. He wanted to make sure that another generation wouldn't rise up to stand അതേ for God. ശത്രുവിന്റെ പദ്ധതി ഈ തലമുറയിലും വ്യാപരിക്കുന്നുണ്ട്. The same plans of the enemy
enemy is still prevailing in cities. എന്നാൽ അതിനെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങണം. But tonight, understand those strategies and start responding in spirit. എന്റെ തലമുറയെ പിശാചിന്റെ കയ്യിലെ ആയുധമാക്കുവാൻ, ലോകക്കാരനാകുവാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ജാഗരിക്കാൻ ദൈവസഭ, മാതാപിതാക്കൾ, കുടുംബങ്ങൾ തയ്യാറാകണം. All the churches and families and parents must get ready to wage war in prayer and fasting. Do not let go of your children. ഈ ദൈവസഭ പ്രാർത്ഥിച്ചു തുടങ്ങണം. This church must start praying. അവിടെയും ഇവിടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നടന്നിരിക്കാം. There may be a lot of things happening around you. പക്ഷേ ഈ ദൈവസഭയുടെ മേൽ ദൈവാത്മാവ് ഒരു അധികാരം കൈമാറിയിട്ടുണ്ട്. But there is a spiritual authority bestowed upon this church. ആ സഭയിൽ നടന്നത് ഇവിടെ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദൈവജനം തയ്യാറാകട്ടെ. Things that happen in different other places, we do not let that happen in our church. ഒരു നെബൂഖദ്നേസറിനെയും ഞങ്ങളുടെ ടെറിട്ടറിക്കകത്ത് കയറുവാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് ആത്മാവി പ്രാർത്ഥിക്കാൻ We തയ്യാറാകണം. must wage war in prayer, denying every attack or every entrance of a Nebuchadnezzar king in our spiritual territory. ദൈവത്തിന്റെ വചനം കൃത്യമായി പറഞ്ഞ് പിശാച് വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ്. The enemy comes to steal, kill and destroy. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നാം തയ്യാറാകണം. Understand and resist evil and he will flee. ലോകമയത്തിൽ പോയി ദൈവത്തിന്റെ ശത്രുവാകാൻ അല്ല ദൈവം നമ്മെ വിളിച്ചത്. Do not go into the ways of the world and become an enemy of God. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പിശാചിന്റെ ശത്രുവായി നിൽക്കാൻ ഈ തലമുറയിൽ എന്നെ നിങ്ങളെ ദൈവം But വിളിച്ചിരിക്കുന്നത്. we are called as a generation to stand for the values of God. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് എഴുന്നേറ്റുന്നേ. Tonight let's rise to our feet understanding this fact. We are entering into a spiritual warfare. നമ്മൾ ഒരു ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ശത്രു നിന്റെ തലമുറയുടെ മേൽ അവകാശം പറഞ്ഞിരിക്കുകയായിരിക്കാം. Oh, maybe the enemy must have claimed our generations at a point. പക്ഷേ ഇന്ന് രാത്രിയിലും ആ ശത്രുവിന്റെ പൂണയിൽ നിന്റെ തലമുറയെ പിടിവിപ്പാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. But the presence of God is more than able to deliver your children tonight. ശദ്രക്, മേശക്, അബേദ്നെഗോവിന് വേണ്ടി തീച്ചൂളയിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. The very presence of God that came down in the fiery furnace for the 4 children of God is still here. ദൈവഭക്തനെ ഇല്ലാതാക്കുവാനായി നിറഞ്ഞു നിന്നിരുന്ന സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. The same presence of God is still hovering over this place. ആ ദൈവത്തോട് പറ, എന്റെ തലമുറയെ അങ്ങ് വിടുവിക്കണമേ. Oh Lord, deliver my generation. എന്റെ സഭയെ അങ്ങ് വിടുവിക്കണമേ. Lord, deliver my church. എന്റെ കുടുംബത്തെ അവിടുന്ന് വിടുവിക്കണമേ. Lord, deliver my family. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും വൈരിയുടെ കയ്യിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ. From the hand of the enemy, Lord, deliver our people tonight. ലോകത്തിന്റെ മോഹങ്ങളിലേക്ക്, ലോകത്തിന്റെ വശീകരണങ്ങളിലേക്ക് ഇറങ്ങി പോകാതെ വണ്ണം ഞങ്ങളെ അവിടുന്ന് കരം പിടിച്ച് നടത്തണമേ. Lord, hold us by our hand and guide us by not letting us go into the ways of the world. വഴുതി പോകാതെ വണ്ണം ഞങ്ങളുടെ വലങ്കരം ഞങ്ങളുടെ കരത്തിൽ പിടിക്കണമേ. Lord, hold us by your right hand so that we may not slip ഇന്ന് രാത്രി away. എല്ലാ അധരങ്ങളും തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങി അന്യഭാഷയിൽ. every ദൈവസഭയ്ക്കകത്തേക്ക് ലോകമയത്വം കയറ്റുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും, എല്ലാ ദേശത്തിന്റെ വെല്ലുവിളികളും, എല്ലാ സംസ്കാരത്തിന്റെ വെല്ലുവിളികളും ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ചതിനെ ബൈൻഡ് ചെയ്യുകയാണ്. ദൈവിക വിശുദ്ധിക്ക് തടസ്സമായി, ദൈവത്തിന്റെ മഹത്വത്തിന് തടസ്സമായി, ദൈവവചനത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായി ലോകമയത്തെ കടത്തിവിടുന്ന പൈശാചിക വ്യാപാരം മൃതന്മാരെ തെറ്റിച്ചു കളയുന്ന, മൃതന്മാരെ തെറ്റിച്ചു കളയുന്ന, ദൈവഭക്തന്മാരെ വീഴിച്ചു കളയുന്ന ദേശത്തിന്റെ പോരുകളുടെ മേൽ ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുക. Oh, we take victory over every territorial spirit that is coming against his people. അല്പസമയം കേട്ട വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന് രാത്രി? Come on,